കോട്ടപ്പടിയിൽ കാട്ടാന വീണ് തകർന്ന കിണർ പുനർനിർമ്മിച്ചു നൽകി. 2024 സംഭവം നടന്നത്. പുനർനിർമ്മിച്ച കിണറിന്റെ സമർപ്പണം ആന്റണി ജോൺ MLA നിർവഹിച്ചു. 2024 ഏപ്രിൽ 12 പുലർച്ചെയാണ് കോട്ടപ്പടി മുട്ടത്തുപാറയ്ക്ക് സമീപം കൂലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ വീടിന് സമീപമുള്ള പുരയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീഴുകയും കിണറിന് നാശം സംഭവിക്കുകയും ചെയ്തത്. തുടർന്ന് ആന്റണി ജോൺ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം തന്നെ കിണറിന്റെ പുനരുദ്ധാരണത്തിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 2,12,800 രൂപ അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കിണർ സ്ഥിതി ചെയ്യുന്ന പുരയിടത്തിലേക്ക് വഴി സൗകര്യം ഇല്ല എന്നുള്ളതുകൊണ്ട് വർക്ക് ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറായിരുന്നില്ലെന്ന് MLA പറയുന്നു. പിന്നീട് MLAയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപിയുടെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് 6ാമത് ടെൻഡർ സമയത്ത് ഒരു കരാറുകാരൻ വർക്ക് ഏറ്റെടുക്കുകയും ഇതിന്റെ തുടർച്ചയിൽ എഗ്രിമെന്റ് വെച്ച് കാലതാമസം വരുത്താതെ കിണറിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചതും വ്യക്തിപരമായി ഏറെ സന്തോഷമുള്ള കാര്യമാണെന്നും MLA പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് നാമമാത്രമായ നഷ്ടമുള്ളൂ എന്ന് കണക്കാക്കുമ്പോഴും ഒരു മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് നന്നായി തന്നെ അത് നിർമ്മിക്കാനാവശ്യമായ തുക അനുവദിക്കുകയും അതിപ്പോൾ നമുക്ക് നല്ല നിലയിൽ അത് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോട്ടപ്പടി നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾക്കകത്തും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഗവൺമെൻറ്റും MLAയും പഞ്ചായത്തും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റിദ്ധാരണ പരത്തിയ ആളുകൾ അതിന് തിരുത്തി പറയാൻ ഇനിയെങ്കിലും ഒന്ന് തയ്യാറാകണമെന്നുകൂടി പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പല ജാഥകളും കോതമംഗലത്തും കേരളത്തിലും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള നിലയിൽ കൂടിയും ഈ കിണറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കിണറിനെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് പല തെറ്റിദ്ധാരണ പരത്തുന്ന കഥകളും നാടിനകത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം ആ ഒരു വില്ലൻ വേഷം അത് ഇനി ഞങ്ങൾ ഇവിടെ ആളുകൾ അത് ഞങ്ങൾ വില്ലന്മാരല്ല എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ട പത്രോസിയേട്ടനും ചേച്ചിയും ആ നിലയിൽ തന്നെയാണ്. അത് ആ വേളയിൽ അന്നിവിടെ നമുക്കറിയാം വലിയ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും കൃത്യമായി പറഞ്ഞിരുന്നു ഈ പ്രശ്നത്തിനകത്ത് പരമാവധി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഉണ്ടാകും, അതിൽ ആ നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അന്ന് പത്രോസിയേട്ടനും കുടുംബത്തിനും കൊടുത്തിട്ടുള്ള വാക്കാണ് ഇപ്പോൾ സർക്കാർ പാലിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ അജിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാമ്മ ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ്, വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, ശ്രീജ സന്തോഷ്, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെജോ ജോർജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഷ്റഫ് PM, അഖിൽ സുധാകരൻ, ബിനിൽ വാവേലി, പത്രോസും കുടുംബങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ സന്നിഹിതരായിരുന്നു. ഈ കിണർ ഇന്ന് 2025 ഏപ്രിൽ മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ കിണർ ഭംഗിയായിട്ട് കെട്ടിത്തരുവാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ സഹകരിക്കുകയും ആ സഹകരണത്തോടെ ഞങ്ങൾക്ക് കുടിവെള്ളം ഉപയോഗിക്കപ്പെടാൻ സാധിക്കുകയും ചെയ്തു. ഈ കിണറുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കളായ കുറേ വ്യക്തികളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അത് എന്താകും എന്ന് ഒരു പിടുത്തവുമില്ല. ആനയാടിയിട്ട് ഒരു വർഷമാകാൻ പോണു. അപ്പോൾ ആ കിണർ നന്നാക്കി തന്നു. അത് കാരണം ഞങ്ങൾക്ക് വെള്ളം കുടിക്കാമല്ലോ. ഈ വേനൽക്കാലമാണ്, അയൽക്കത്തുകാർക്കാണെങ്കിലും വെള്ളം കുടിക്കാൻ ഉണ്ട്. അപ്പോൾ അത് കാരണം അവർ ഇതിൻ്റെ അന്ന് വന്ന് വെള്ളം കൊണ്ടുപോകണം, കുടിക്കണം. നന്ദിയോട് ഞങ്ങൾ സന്തോഷിക്കുന്നു. വർക്ക് ഏറ്റെടുത്ത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച കരാറുകാരൻ അശോകൻ നായർ KRനെ ആന്റണി ജോൺ MLA ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.